മാംഗോ മെഡോസിൽ പോവാണ്. മാംഗോ മെഡോസിലെ ഒരു ഡേ കാണിച്ചു തരാം അല്ലേ? സ്കൂളില്ലാത്തോണ്ടാണ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങും. പിന്നെ ഒരു ഡാൻസ് എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമുക്ക് കാണാം അല്ലേ? അപ്പോൾ നമ്മൾ മാംഗോ മെഡോസിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം. എന്തായാലും ഫ്രണ്ട് ഗേറ്റ് കണ്ടിട്ട് പഴയതുപോലെ തന്നെ ഒരു മാറ്റവും വന്നിട്ടില്ല. എന്തായാലും ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കാറ്റും തണലും ഒക്കെയാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അവിടെ ഒരു ടിക്കറ്റിന് 400 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ കുറച്ച് ഫെസിലിറ്റീസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പോരാത്തത് വേണമെങ്കിൽ നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ഉള്ളിലോട്ട് കയറുവാണ്. എനിക്ക് അതിശയം വന്ന എന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടുത്തെ ചെയേഴ്സ് പോലും ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ പണ്ട് വന്നത് വെച്ചിട്ട് ആ കസേരകൾ പോലും അതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ എന്തായാലും കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ റിക്ഷ എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വാപ്പാക്കും ഉമ്മച്ചിക്കൊന്നും നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് എടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടൈം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ബാക്കിലൊക്കെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് പോയി ജസ്റ്റ് നോക്കി. അങ്ങനെ എന്തായാലും നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. എല്ലാവരും കയറി. എന്തായാലും നടന്ന് തന്നെ കാണണം ഇത്. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവരെയും കൊണ്ട് ഫുള്ളൊന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം നടന്നെല്ലാം വിശദമായിട്ട് കാണാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. എന്തായാലും ഒരുപാട് കോട്ടേജസ് ഉണ്ട്. താമസിക്കണമെങ്കിൽ നമുക്ക് സുഖമാണ്. പല പല ടൈപ്പിലെ കോട്ടേജസ് ഉണ്ട്. ഇത് പൂള് തന്നെ പ്രൈവറ്റ് പൂൾസ് ഉണ്ട്. ഇതാണ് മാംഗോ പൂൾ എന്ന് പറയുന്നത്. പിന്നെ പുള്ളി ആ ഗൈഡ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഓരോ സ്ഥലത്ത് നിർത്തി നമുക്കെല്ലാം പറഞ്ഞു തരും. പക്ഷേ എല്ലാം എന്ന് ഓർക്കുമ്പോൾ ഇത് ഡയറക്ടേഴ്സ് ഹാൻഡ്, ഒരു ഡയറക്ടറിൻ്റെ കൈയുടെ ഉള്ളിൽ നട്ട് വളർത്തിയൊരു വൃക്ഷം എന്നാണെന്ന് പുള്ളി പറഞ്ഞത്. അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഇവിടെയുള്ള ഓരോരോ കാര്യങ്ങൾക്കും ഓരോ സ്റ്റോറികളുണ്ട്. അതായത് ഓരോ മരത്തിനും ഓരോ പ്ലാന്റ്സിനും എല്ലാം അതിനെല്ലാം ഡിഫൈൻ ചെയ്ത് പുള്ളി നന്നായിട്ട് തരുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ എല്ലായിടം ഒന്ന് ഓടിച്ചത്. ഇവിടെയാണ് ബോട്ടിങ്. ഓടിച്ചിട്ട് എല്ലായിടം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു, അവരെല്ലാം ഒന്ന് കാണിച്ചു. പിന്നീട് ഞങ്ങൾ നടക്കുന്നത് വെജിറ്റബിൾ തോട്ടമാണ്. അവിടെ നമ്മുടെ ഈ ക്യാബേജ് ഉണ്ടല്ലോ, വയലറ്റ് ക്യാബേജ്, അങ്ങനെ ക്യാബേജൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് എല്ലാം ഉണ്ട്. പിന്നെ ഓരോരോ സാധനങ്ങളും ഓരോന്നിൻ്റെയും പേരെഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിനും. അതുപോലെ തന്നെ ഓരോ സ്പോട്ടിലും ഇപ്പോൾ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്പോട്ടിലും റിഫ്രഷ്മെൻറ്റ്സ് ഉണ്ട്. അതായത് സ്നാക്സ് ആണെങ്കിലും ചായ ആയിട്ടാണെങ്കിലും അങ്ങനെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഫാം ഹൗസാണ്. ഫാം ഹൗസിൽ പശുക്കളുണ്ട്, പല ടൈപ്പിലുണ്ട്. അങ്ങനെ ഇതൊക്കെ കോട്ടേജസ് ആണ്. ഇതാണ് വേൾഡിലെ ബിഗസ്റ്റ് ബൈബിൾ എന്ന് പറയുന്നത്. അങ്ങനെ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. ഒത്തിരി നാളായി വീഡിയോ എടുത്തിട്ട്. ഇപ്പം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ വണ്ടിയുടെ ചാർജ് തീർന്നു തുടങ്ങി. അതുകൊണ്ട് നമ്മളവിടെ കൊണ്ട് വിട്ടിട്ട് പുള്ളി അടുത്ത വണ്ടി എടുക്കാൻ വേണ്ടി പോയി. ആ ഗ്യാപ്പിൽ ഞങ്ങൾ അവിടെ നിൽക്കുവാണിങ്ങനെ. അങ്ങനെ എന്തായാലും ഇനി വരുമ്പം നമുക്ക് അവരെ കയറ്റി വിട്ടു. ഞങ്ങൾ പോയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിന് നമുക്ക് ടൈം കിട്ടിയിരിക്കുന്നത് 2:15 ഇപ്പോൾ ഓൾമോസ്റ്റ് 2:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ വന്നപ്പോൾ 18-ാം പടി കയറി വേണം ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. അതുകൊണ്ട് അവർക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളത് താഴെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്, അവിടെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ കാത്തിരിക്കുവാണ് ചോറിനാൻ വേണ്ടി. അപ്പം എന്താവും എന്നറിയില്ല, നോക്കാം. അങ്ങനെ എന്തായാലും ഫുഡിൻ്റെ ടൈമിലായാൻ അവിടെ നിന്ന് ഓരോ കോമഡി പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടൈമായി അകത്തേക്ക് കയറി. ഊണ് പറഞ്ഞു, അയിമ ബിരിയാണി പറഞ്ഞു. ഞങ്ങളെല്ലാം ഊണാണ് പറഞ്ഞത്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഊണൊക്കെ വന്നു. എന്തായാലും സൂപ്പർ ഊണായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത കാലത്തൊക്കെ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഊണ്. സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും ഊണൊക്കെ മോശമാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങളതെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി നടക്കലാണ്. ഞങ്ങളെല്ലാവരും കൂടെ നടക്കുവാണ്. വരുന്നില്ല എന്ന് പറഞ്ഞവരൊക്കെ വരുന്നുണ്ട്. ഉമ്മച്ചിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെയും നടന്ന് വരുവാണ്. ഈ ഒരു ഐറ്റത്തിൽ അന്ന് വന്നപ്പോൾ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. മറ്റേ ഈ നെല്ലിൻ്റെ വെള്ളം കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ കാല് ചവിട്ടി എന്താണെന്ന് പേരെനിക്കറിയത്തില്ല. അതിൽ ഒരു വട്ടം കയറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നത് അവർ സൈക്ലിങ്ങിന് കയറാൻ പോവാണ്. അയ്മായും അവർ രണ്ടുപേരും കൂടെ ഒരു സൈക്കിളിൽ കയറി, അയാൻ വേറൊരു കുഞ്ഞ് സൈക്കിളെടുത്തു. അങ്ങനെ കുറച്ച് നേരം അവർ സൈക്ലിങ്ങൊക്കെ ചെയ്തു. അതിലേക്ക് നടന്നപ്പോൾ നമ്മളത് ഈ ഒരു ഫാമിൻ്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു അടിപൊളി സംഭവമാണ്. ഈ ക്ലേ കൊണ്ട് ഇങ്ങനെ
ചട്ടിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. അതിനെന്തോ അഡീഷണൽ ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനതൊന്നും എടുത്തില്ലായിരുന്നു. അങ്ങനെ എന്തായാലും അത് സൈക്കിളൊക്കെ കൊണ്ടുവച്ചിട്ട് പാപ്പായും മോളും കൂടെ വന്നു. അതിനിടയ്ക്ക് അയിമ ഒരു റീലൊക്കെ എടുത്തു അവിടെ നിന്ന്. അങ്ങനെ എന്തായാലും ഞങ്ങളിത് ആ ബേഡ്സിൻ്റെയൊക്കെ ഏരിയയിൽ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് ഇത് വെജിറ്റബിൾ തോട്ടമാണ്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിങ്ങിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അയാനും അയ്മായും സ്വിമ്മിങ്ങിന് പോകാൻ തുള്ളി നിൽക്കുവാണ് പൂളിലോട്ട് പോകാനായിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി അത് പാടായിരിക്കും. അപ്പം ബോട്ടിങ്ങും കൂടെ കഴിഞ്ഞിട്ട് കയറാൻ. അങ്ങനെ അതേ ബോട്ടിങ്ങിൽ കയറി. കുഴപ്പമില്ല, ഭയങ്കര ഇപ്പം എന്താ പറയുക, ഒത്തിരി പ്രതീക്ഷിച്ച് കയറരുത്. നോർമലി കുറച്ച് ഏരിയ ഉണ്ട് അവിടെ ഇങ്ങനെ നമുക്ക് അവരിങ്ങനെ ബോട്ടിൽ ഹൗസ് ബോട്ടെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കെട്ടുവെള്ളം പോലെ ഇങ്ങനെ അതിനകത്ത് കയറ്റി ഇങ്ങനെ ഒന്ന് നടക്കുക. അയ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല, ബോറടിച്ചിരിക്കുക, പേടിയുമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മറിയുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനും ഉണ്ട്. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അതിനകത്തൊരു ഹാഫ് അവർ ആയിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ അതിനകത്ത് കുറച്ച് നേരമൊക്കെ ചുറ്റിക്കറങ്ങിയിരുന്നു. അങ്ങനെ ഇറങ്ങിയിട്ട് ഇനിയിപ്പം നേരെ നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു പൂള്, പബ്ലിക് പൂളുണ്ട്. പിന്നെ അതിലേക്ക് കയറ്റണ്ടെന്ന് വിചാരിച്ചു പിള്ളേരെ. എന്തായാലും പ്രൈവറ്റ് പൂളെടുത്തു. അയ്മ അതേ ഡ്രസ്സൊക്കെ ചെയ്തു അയ്മായി കിഡ്സ് പൂളിലേക്ക് ഇറക്കി വിട്ടു. അയാൻ ഓൾറെഡി സ്വിമ്മിങ്ങൊക്കെ പഠിച്ചെങ്കിൽ പോലും പുള്ളിക്കാരന് ഇപ്പോഴും ഒരു ഭയമുണ്ട് സ്വിമ്മിങ്ങിൻ്റെ കാര്യത്തിൽ. അങ്ങനെ എന്തായാലും ഇറങ്ങി കളിച്ചെല്ലാം കയറി മടിച്ച് നിൽക്കുവാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, വേറെ ഡ്രസ്സൊക്കെ ഇട്ടു. അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കഴിഞ്ഞു. അങ്ങനെ നടന്ന് കുറച്ചിങ്ങ് പോകുന്നു. അപ്പം വഴിയിലൊരു വണ്ടി കിടക്കുന്നുണ്ട്, അപ്പോൾ അതെടുത്ത് ഓടിച്ച് നോക്കുന്ന അയ്മ. അങ്ങനെ എന്നാലും പിന്നെ ചക്ക ഒരുപാട് കണ്ടു കേട്ടോ. ഈ വർഷത്തെ സീസണിൽ ചക്ക ഞങ്ങൾ കഴിച്ചിട്ടേ ഇല്ല. എന്തായാലും പോകുന്ന വഴിക്ക് ചക്ക കാണുവാണെങ്കിൽ മേടിക്കണമെന്നും പറഞ്ഞ് തന്നെ ഇരിക്കുവാണ്. പിന്നെന്താ, അക്വേറിയം ഉണ്ടായിരുന്നു ഫിഷിന്, അതൊന്നും ഞങ്ങൾ കയറിയില്ല, സമയമില്ല. പിന്നെ ദേ ഇത് കശുമാവ്, പണ്ടെപ്പോഴോ കണ്ടിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. അതിൻ്റെ തൊട്ടപ്പുറത്തിന് പ്ലേ ഏരിയ ഉണ്ട്, അവിടെ പിള്ളേർ കളിച്ചു. ഞങ്ങൾ ഈ ചായക്കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ എന്തായാലും ഇത് ബസ് സർവീസാണ്, ബസ്സുണ്ട്. അങ്ങനെ അയാൻ ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് വഴക്കിട്ടുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. ഇതൊക്കെ ഇവിടെ നിന്ന് ഞങ്ങൾ കയറിയില്ല, സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല ഒന്നിനും. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കയറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ആ ഒരു 3-4 മണിക്കൂർ. അങ്ങനെ എന്തായാലും ഐസ്ക്രീം ഒന്നും കിട്ടാത്തതിൽ സങ്കടപ്പെട്ട് രണ്ടുപേരും മൂഷാട്ട പിടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പം വഴിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഇവിടുന്ന് ഒരു ലേസോ എല്ലാം വാങ്ങിച്ച് കൊടുക്കണം. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഹാപ്പിയായി, അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വായിലോട്ടും കൂടെ ഒരെണ്ണം വെച്ച് തന്നു. പുള്ളിക്കാരിക്ക് ലേസ് അങ്ങനെ വാങ്ങിക്കത്തില്ല, എന്നാലും ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ട്, ചക്ക, കപ്പ, ഇതൊക്കെ എൻ്റെ ഫേവററ്റ് ഐറ്റംസാണ്. അപ്പം എന്തായാലും വഴിയിലൊരു കട കണ്ടപ്പം ഞങ്ങൾ നിർത്തി. കപ്പ, ചക്ക, പിന്നെന്താ കാച്ചിൽ. അപ്പോൾ പുള്ളി ചക്ക പഴുത്താണോ എന്നറിയാൻ വേണ്ടി ഇച്ചിരി മുറിച്ചൊക്കെ തന്നു. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഉറക്കമായിരുന്നു, ഇപ്പം എണീറ്റേ ഉള്ളൂ. അപ്പം നമ്മളിന്ന് വീട്ടിലെത്തി. ഇപ്പം എത്ര മണി? 7:30 സമയം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.